പിശാചിനെ ആരാധിക്കുകയില്ല, എന്നാൽ പിശാചിനെ അനുസരിക്കും. പിശാചിനെ ആരാധിക്കുകയില്ല, അനുസരിക്കും എന്ന് പറഞ്ഞാൽ അനുസരണം എന്തല്ല? ഇബാദത്തല്ല, ആരാധനയല്ല എന്ന തത്വം വരുന്ന ആ ഹദീസ് അദ്ദേഹം അതിനിടയ്ക്ക് എന്തെടുത്തു? വിശദീകരിക്കേണ്ടി വന്നപ്പോ എന്തെടുത്തു? ആ ഹദീസിന്റെ അർത്ഥം മാറ്റിക്കളഞ്ഞു. അതൊരു പുതിയ രൂപത്തിലാക്കി, പുതിയ കോലത്തിലാക്കിയിട്ട് മൂപ്പരെന്തെടുത്തു? പുതിയൊരു വാചകത്തെ റസൂലുള്ളാഹിന്റെ പേരിൽ എഴുതി ചേർത്തു. ഒരു വാചകം, അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അങ്ങനെ ഈ രൂപത്തിൽ കുപ്രസിദ്ധി നേടിയതുകൊണ്ട് ഉമർ മൗലവി അത് കയ്യോടെ പിടിച്ചതുകൊണ്ട് സ്വാഭാവികം ദേഷ്യം ഉണ്ടാവുമല്ലോ ഉമർ മൗലവിയോട്. ആ ദേഷ്യം അദ്ദേഹം തീർക്കുകയാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും അദ്ദേഹം പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ കേട്ടു. ഇത് ഇവിടെ ഭാഷാപരമായി ഇങ്ങനെ ഒരു അർത്ഥം പറയുമോ ഇല്ലേ എന്ന് അന്വേഷിക്കുവാനാണല്ലോ ഉമർ മൗലവി സാഹിബ് പോയത്. യഥാർത്ഥത്തിൽ അത് അന്വേഷിക്കുവാൻ ഇത്രയൊക്കെ പ്രയാസപ്പെടേണ്ടതുണ്ടായിരുന്നു. ഇത് മുജാഹിദ് സഹോദരന്മാർ പ്രസിദ്ധീകരിച്ച ഖുർആൻ വ്യാഖ്യാനമാണ്, ഖുർആൻ തഫ്സീറാണ്. കേരളത്തിലെ പ്രമുഖരായ 3 മുജാഹിദ് പണ്ഡിതന്മാരാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലൊന്ന് മർഹൂം PK മൂസ മൗലവി സാഹിബാണ്, മറ്റൊന്ന് A അലി മൗലവി സാഹിബാണ്, മറ്റൊന്ന് മുഹമ്മദ് അമാനി മൗലവിയാണ്. ഇവർ 3 പേരും കൂടി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണം വാള്യം 2, രണ്ടാം പാതിയിലെ 2ാം വാള്യമാണ്. ഇതിന്റെ 504-ാം പേജിൽ ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പറ്റുമോ എന്ന് പരിശോധിക്കുവാൻ ഉമർ മൗലവി സാഹിബ് എന്തിനാണ് ഉമറാബാദിലേക്ക് ലിസാൻ അറബ് നോക്കാൻ പോയത്? കേരളത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖരായ അവർ, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിച്ച് അത് തയ്യാറാക്കിയ പണ്ഡിതന്മാർ തന്നെ ഇബാദത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അവർ പറഞ്ഞ അർത്ഥം? നമുക്ക് പരിശോധിക്കാം. ഭാഷാർത്ഥം നോക്കുമ്പോൾ താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, വണങ്ങൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. യഥാർത്ഥത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, അതെന്ന് വ്യക്തമായി പറഞ്ഞാൽ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇത് 1967 നവംബറിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1967 നവംബറിൽ തന്നെ ഇബാദത്തിന് എന്താണ് അർത്ഥമെന്ന് പ്രമുഖരായ 3 മുജാഹിദ് പണ്ഡിതന്മാർ ഇவ்விധം വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്തൊക്കെയാണ് അർത്ഥം പറഞ്ഞത്? ഇതിന്റെ തലക്കെട്ട് ഇബാദത്തിന്റെ അർത്ഥങ്ങൾ എന്നാണ്. ഇബാദത്തിന്റെ അർത്ഥം എന്നല്ല, അഥവാ ആരാധന എന്ന ഒരർത്ഥമല്ല, അർത്ഥങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തെല്ലാമാണ് അർത്ഥം? അത് താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, വണങ്ങൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ആരാധന എന്ന അർത്ഥത്തിലാണ് മിക്കവാറും ആ പദം ഉപയോഗിക്കപ്പെട്ട് കാണുന്നത്. ഖുർആനിൽ ഇബാദത്ത് എന്ന് ഉപയോഗിച്ചത് പോലും ആരാധന എന്ന മിക്കവാറും സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നാണ് ബഹുമാന്യരായി പണ്ഡിതന്മാർ ഏകണ്ഠമായി പറഞ്ഞിരിക്കുന്നത്. മേൽ കാണിച്ച അർത്ഥങ്ങൾ വീണ്ടും പറയുകയാണ്. ചുരുക്കം ചിലപ്പോൾ മേൽ കണ്ട ഏതെങ്കിലും അർത്ഥത്തിനും ഉപയോഗിക്കപ്പെടാതില്ല. അഥവാ അനുസരണം, അടിമത്വം, അടിമവേല തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ മുഅ്മിനൂൻ 47-ാം ആയത്തിൽ നാം കണ്ടത്. അവിടെ ഇബാദത്തിന് അനുസരണം എന്നാണ് ഇവർ തന്നെ അർത്ഥം നൽകിയിരിക്കുന്നത്. മലയാള ഭാഷയിലെ ആരാധന എന്ന പദത്തിനും വരാവുന്നതാണെന്ന് കാണാം. ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അനുസരണം, അടിമവേല, താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ തുടങ്ങിയ എല്ലാ അർത്ഥങ്ങളും ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിലുണ്ടെന്നും വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രമുഖരായ ഈ 3 പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നിട്ടാണ് ഉമർ മൗലവി സാഹിബ് ലിസാൻ അറബിയും തേടിപ്പോയതെന്നും അത് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി തോന്നുന്ന കാര്യം. അമാനി മൗലവി എഴുതിയിട്ടുണ്ടെന്നല്ല അല്ല കാര്യം, പിന്നെ ഉമർ മൗലവി നോക്കാൻ പോയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അവിടെയൊക്കെ ഒരു വിഷയം കൊണ്ടാണ്. അപ്പോ മുജാഹിദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവി വിമർശിക്കലായി. അങ്ങനെ ഉമർ മൗലവി വിമർശനങ്ങൾക്ക് മറുപടി എന്നായിരുന്ന കൊടുക്കേണ്ട പേര്, പക്ഷെ മുജാഹിദ് വിമർശനങ്ങൾക്ക് മറുപടി എന്നാണ് കൊടുത്തത്. ആ രൂപത്തിൽ നൽകിയിട്ട് സഹോദരങ്ങളെ പിന്നെന്താ വിശദീകരിച്ചതിന്റെ അകത്ത് അമാനി മൗലവിയുടെ പരിഭാഷയിലുണ്ട്. ആ അമാനി മൗലവിയുടെ പരിഭാഷയിൽ ഭാഷാർത്ഥം വിവരിച്ചിട്ടുണ്ട്. എന്താ വിവരിച്ചത്? നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ ഇബാദത്ത് എന്ന പദത്തിന് പല അർത്ഥങ്ങളും കാണാം. അനുസരണം,
പുണ്യകർമ്മം, കീഴ്പ്പെടൽ, ഭക്തിയർപ്പിക്കൽ, വഴിപാട്, താഴ്മ കാണിക്കൽ എന്നിങ്ങനെയും വണക്കം, ആരാധന, പൂജ, സേവ, പ്രീതിപ്പെടുത്തൽ എന്നിങ്ങനെയും അർത്ഥം കാണും. ഈ അർത്ഥങ്ങളിലെല്ലാം തന്നെ വിനയത്തിന്റെയും താഴ്മയുടെയും അംശം അന്തർഭവിച്ചു കാണാം. എന്നാൽ ശറഇന്റെ, മതത്തിന്റെ സാങ്കേതികാർത്ഥത്തിലുള്ള അതിന്റെ ഉദ്ദേശം ശരിക്കും വ്യക്തമാക്കുന്ന ഒറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ഉള്ളവയിൽ വെച്ച് കൂടുതൽ അനുയോജ്യമായത് എന്ന നിലക്ക് ആരാധന എന്ന് പരക്കെ അതിന് വിവർത്തനം നൽകപ്പെട്ടു വരുന്നു. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേറ്റം പ്രകടിപ്പിക്കുക എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾക്ക് കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ് എന്ന് പറയുന്ന ആ പാരഗ്രാഫ് അതെടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇബാദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. 1967 അമാനി മൗലവി എഴുതിയ ആ ഖുർആൻ പരിഭാഷയിൽ ഇബാദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ അടിമവേല എന്നൊരർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. അടിമവേല എന്നൊരർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ വായിച്ചതിൽ അടിമവേല എന്നില്ല. ഇപ്പൊ വായിച്ചതിൽ അടിമവേല എന്നില്ല. അപ്പൊ അന്ന് അടിമവേല എന്ന് 1967 ആ ഖുർആൻ പരിഭാഷയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു? ഇബാദത്തിന് അടിമവേല എന്ന അർത്ഥം ഉണ്ടായില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യത്തിൽ അന്ന് അടിമവേല എന്ന് അവിടെ എഴുതുകയും എന്നാൽ ഇബാദത്ത് എന്ന വാക്കിന് അടിമവേല എന്നവിടെ അർത്ഥം പറയാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയ അമാനി മൗലവി അതിന്റെ പ്രൂഫ് പരിശോധിച്ചപ്പോൾ അടിമവേല എന്നത് മാറ്റണം എന്ന നിലക്ക് ചുവന്ന വരക്കുള്ളിൽ അതാക്കിയിട്ട്